2025 ഏറ്റവും വലിയ മണ്ടന്മാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അജാസിന്റെ സുഹൃത്ത് രഞ്ജിത്തുമാണെന്ന് പറയേണ്ടി വരും എന്നുള്ള ട്രോളുകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ട്രോളാണെങ്കിലും അതിനകത്ത് ചില നർമ്മമൊക്കെ ഉണ്ടെങ്കിലും അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഡിസംബർ മാസം 23-ാം തീയതി വൈകിട്ട് 5:30 കോന്നി സ്വദേശിയായിട്ടുള്ള യുവതി അടൂരിലെ ഒരു കോച്ചിങ് സെന്ററിൽ നിന്ന് പോയി അവിടുന്ന് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വന്നത്. അപ്പോൾ സ്കൂട്ടറിലേക്ക് മടങ്ങി വരുമ്പോൾ സുഹൃത്തും അജാസും ഈ പറയുന്ന രഞ്ജിത്തും, അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാമുകന് ഈ പെൺകുട്ടിയും ഈ സുഹൃത്തും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ കാമുകൻ തൻ്റെ സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അപകട നാടകമാണ് സൃഷ്ടിച്ചത്. നമുക്കതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ പെൺകുട്ടി ബൈക്കിൽ പോകുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സുഹൃത്ത്, കാമുകൻ്റെ മറ്റൊരു സുഹൃത്ത് ഈ പെൺകുട്ടിക്ക് പിന്നാലെ ബൈക്കിൽ പോകുന്ന പെൺകുട്ടിക്ക് തൊട്ട് പിന്നാലെ കാറിൽ പോകുന്നു. ഈ കാറിൽ പോയതിന് പിന്നാലെ ഈ ഭാഗത്ത് വെച്ച് നമ്മൾ CCTV ദൃശ്യങ്ങൾ കാണാം. ഞാൻ നിൽക്കുന്നത് ഈ അപകടമുണ്ടാക്കിയ സ്ഥലത്താണ്. ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഈ പെൺകുട്ടി ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ തൊട്ട് പിന്നാലെ കാറിൽ വന്ന് ആ പെൺകുട്ടിയെ ഇടിച്ചിരുന്നു. അതിനുശേഷം വാഹനം നിർത്താതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ വന്ന ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് രഞ്ജിത്ത് രാജൻ തൊട്ട് പിന്നാലെ വരികയും ഈ പെൺകുട്ടിയെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അപകട നാടകം, അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. അതായത് താൻ പെൺകുട്ടിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് കൂടിയുന്ന നാട്ടുകാരെ എല്ലാം കബളിപ്പിച്ച് ഈ പെൺകുട്ടിയെ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനു പിന്നാലെ പോലീസ് ഈ സംഭവം അന്വേഷിക്കുന്നു. പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഒരു അപകടം നടന്നിട്ടുണ്ട്, ആ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI-മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടക്കുകയായിരുന്നു. സമീപത്തെ CCTV അടക്കം ശേഖരിച്ചു. അപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ അപകടം നടന്ന തൊട്ട് പിന്നാലെ എങ്ങനെ ഈ പെൺകുട്ടി ഭർത്താവ് എന്ന് പറഞ്ഞയാൾ ഇവിടേക്ക് വന്നു? നമുക്ക് ഒരു ചേച്ചിയുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ഈ അപകടം നടന്ന സ്ഥലത്ത്, ഈ അപകടം നടന്ന അതേ സംഭവത്ത് തന്നെ ഇത് നടന്നപ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നിയതാണ് ആ ചേച്ചിക്ക്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒരു പ്രതികരണം തേടാം. ചേച്ചിയെ, ഈ അപകടം നടന്ന കണ്ടായിരുന്നോ? ഞാനിവിടെ മറ്റൊരു ശബ്ദം കേട്ടോണ്ടാ ഇങ്ങോട്ട് ഇറങ്ങിയത്. ശബ്ദം കേട്ടോ അപ്പോഴത്തെ ആൾക്കാർ ഓടിക്കൂടി. എല്ലാരും കണ്ടതുപോലെ ഞാനും കണ്ടുള്ളൂ. എന്തായിരുന്നു? ഈ പെൺകുട്ടി വീണ് കിടക്കുന്നു, ഒരാൾ ഇടിച്ചിട്ട് പോകുന്നു, തൊട്ട് പിന്നാലെ ഒരാൾ വരുന്നു, അങ്ങനെയാണോ? പോതോട്ട് പറയാ വന്ന വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി, അത്രേ ഉള്ളൂ. അപകട നാടകമാണെന്ന് ഇപ്പൊ പോലീസ് പറയുന്നത്. അതായിരിക്കാം, ഞങ്ങൾക്കും അറിയത്തില്ല. തൊട്ട് ഭർത്താവെന്നും പറഞ്ഞ് പുള്ളി പറയാ വന്നു, ഞങ്ങൾക്കറിയില്ല ഭർത്താവാന്നോ അല്ലയോ. സീനായിരുന്നു ഇവിടെ. ഭർത്താവാണ്, രക്ഷപ്പെടുത്തുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പറയുന്നത്. അങ്ങനെ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നടക്കുന്നതാണോ? കണ്ടോണ്ട് ഇറങ്ങി നോക്കി, അത്രേ ഉള്ളൂ. നാട്ടിൽ നടക്കുന്നതാണോ? അതറിയാൻ വയ്യ. ശരി വരുന്നുണ്ടല്ലേ?